എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം +2 എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള മോഡൽ എക്സാമിനേഷൻ നാളെ മുതൽ ആരംഭിക്കുകയാണ്. തീർച്ചയായും എല്ലാ വിദ്യാർത്ഥികളും ആദ്യ മോഡൽ എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ചില കുട്ടികളെങ്കിലും മോഡൽ എക്സാമിനേഷന് ഇത്രയ്ക്കധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ, മോഡൽ എക്സാമിനേഷൻ എഴുതിയാൽ ഞങ്ങൾക്ക് എന്ത് നേട്ടം, വെറും ടൈം വേസ്റ്റ് അല്ലേ എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ കാണും. ചിലർ ഞങ്ങളൊന്നും കാര്യമായിട്ട് പഠിച്ചില്ല, പിന്നെ മോഡൽ എക്സാമിനേഷൻ എഴുതണോ, മോഡൽ എക്സാമിനേഷന്റെ മാർക്ക് കുറഞ്ഞാൽ CE മാർക്കിനെ ബാധിക്കുമോ, ഇങ്ങനെ ഒത്തിരി ചിന്തകളാൽ ആകുലരാണ് +2 വിദ്യാർത്ഥികൾ. തീർച്ചയായും ആദ്യം മുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വന്ന ഒരു കുട്ടികൾക്ക് ഈ ആകുലകൾക്കൊന്നും അടിസ്ഥാനമില്ല. എങ്കിലും ഒത്തിരി സമയം നമുക്ക് കിട്ടാത്തത് കൊണ്ടും എല്ലാ കുട്ടികളും ഭംഗിയായി എല്ലാം പഠിച്ച് പൂർത്തീകരിക്കാത്തതുകൊണ്ടും തീർച്ചയായും കുറച്ച് ആശങ്കകൾക്ക് നടുവിലാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും മോഡൽ എക്സാമിനേഷന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ നേട്ടമുണ്ട്. നേട്ടം നിങ്ങൾക്ക് തന്നെയാണ് സ്വാഭാവികം. കാരണം +1ന്റെ മോഡൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ മോഡൽ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിന് സമാനമായ ക്വസ്റ്റ്യൻസ് അതുപോലെ കഴിഞ്ഞ വർഷം +1ന് പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ചു. തീർച്ചയായും ഈ വർഷവും സാഹചര്യം വ്യത്യസ്തമല്ല, അതുപോലെ തന്നെ ആകാനാണ് സാധ്യത. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ക്വസ്റ്റ്യൻ പാറ്റേൺ പരിചയപ്പെടാൻ കുട്ടികൾക്ക് അവസരം കിട്ടിയില്ല. ഈ വർഷത്തെ പബ്ലിക് എക്സാമിനേഷന്റെ കൃത്യമായ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നും ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് എത്രയാണെന്നും ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ പോർഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നും വ്യക്തമായി മനസ്സിലാക്കാൻ എല്ലാ സബ്ജക്റ്റിലും ഈ മോഡൽ എക്സാമിനേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധ്യമാകും. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത്. വെറുതെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അത് മനസ്സിലാകത്തില്ല. എക്സാമിനേഷൻ എഴുതുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഓരോ ചാപ്റ്ററിലെ ഓരോ പോർഷൻ നിങ്ങളുടെ മനസ്സിൽ പതിയും. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ചാപ്റ്ററിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും ആ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ പോർഷനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും ഒരു മോഡൽ എക്സാമിനേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുവിധം കാര്യമായി പഠിച്ചു കൊണ്ടുപോകുന്ന ഒരു കുട്ടിക്ക് എത്ര സമയം കൊണ്ട് എക്സാമിനേഷൻ എഴുതി തീർക്കാൻ പറ്റും? 2 മണിക്കൂർ കൊണ്ട് ഉള്ള സബ്ജക്ട് 2 മണിക്കൂറിൽ എഴുതി തീർക്കാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് പോലെ വിഷയങ്ങൾ പല കുട്ടികളും സമയം കിട്ടിയില്ല എന്ന് പറയാറുണ്ട്. അത് ഈ എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്. തീർച്ചയായും മോഡൽ എക്സാമിനേഷൻ അതിനുള്ള അവസരമാണ്. കൃത്യമായി ടൈം ബൗണ്ട് ആയിട്ട് എക്സാമിനേഷൻ എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ കണ്ടെത്താനുള്ള ഒരു അവസരമാണ്. ചില കുട്ടികൾ പറയാറുണ്ട് ഇംഗ്ലീഷൊക്കെ സൂപ്പർ ആയിട്ട് എഴുതി, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല. സംഗതി പോയില്ലേ? എല്ലാ ക്വസ്റ്റ്യനും ആ പരിമിതമായ സമയത്ത് വ്യക്തമായി എഴുതി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള അവസരമാണ് ഈ മോഡൽ എക്സാമിനേഷൻ. തീർച്ചയായും നിങ്ങളുടെ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാനുള്ള ഒരു അവസരം കൂടെയാണ് മോഡൽ എക്സാമിനേഷൻ. അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമിനേഷൻ വളരെ ഗൗരവമായി നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. ചില കുട്ടികൾ ചിന്തിക്കും 2.5-3 മണിക്കൂർ സ്കൂളിൽ പോയി ഇരുന്ന് സമയം വേസ്റ്റ് ചെയ്യണോ, വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ പോരാ. എക്സാമിനേഷൻ മസ്റ്റ് ആയിട്ട് സ്കൂളിൽ പോയിരുന്ന് അതിൻ്റെതായ ആ സീരിയസ്നെസ്സോട് കൂടി തന്നെ എഴുതുക. കൂൾ ഓഫ് ടൈം കിട്ടും. കൂൾ ഓഫ് ടൈം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള അവസരമാണ്. ഞാൻ പലപ്പോഴും അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കൂൾ ഓഫ് ടൈം ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈം ഇൻ ആൻ എക്സാമിനേഷൻ. ഒരു എക്സാമിനേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സമയം എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈം ആണ്. മനസ്സ് ശാന്തമാക്കുക, ഏകാഗ്രമാക്കുക മാത്രമല്ല ഹൗ ടു ആൻസർ ഈച്ച് ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു ചിന്ത കൂടെ മനസ്സിൽ വരണം. അതിനുള്ള പ്ലാനിംഗ് ആയിരിക്കണം കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സാധിക്കും. ഓരോ സെക്ഷനിലും അത് ടിക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ പാറ്റേണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ തീർച്ചയായും ആ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ പരിചയപ്പെട്ട് അതനുസരിച്ച് എങ്ങനെ ആൻസർ എഴുതണം എന്ന് പരിശീലിക്കാനുള്ള ഒരു അവസരമാണ്. തീർച്ചയായും ഈ സമയനഷ്ടം നിങ്ങൾക്കൊരു നഷ്ടമേ അല്ല. ഭാവിയിൽ പബ്ലിക് എക്സാമിനേഷൻ എഴുതുമ്പോൾ അതൊരു ബോണസ് ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇനി മറ്റൊരു കാര്യം, വെറുതെ എക്സാമിനേഷൻ എന്തിനെഴുതുന്നു? ഈ പേപ്പർ തിരുത്തി തരുമോ? പേപ്പർ തിരുത്തി തരുമോ ഇല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ സ്കൂൾ. ഓരോ സ്കൂളിലെ അധ്യാപകരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർ പറയും ഞങ്ങൾക്ക് ഈ പേപ്പർ ഒന്നും വേണ്ട, എങ്കിലും ചില അധ്യാപകർ കറക്റ്റ് ചെയ്ത് തരും. ഇത് വെച്ചാണ് CE മാർക്ക് ഇടുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ചില സ്കൂളിൽ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. മെജോറിറ്റി സ്കൂളുകളിലും ഈ ഒരു മോഡൽ എക്സാമിനേഷന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ മാർക്ക് നൽകുന്നത്. പേരിൽ തന്നെയുണ്ട് കണ്ടിന്യൂസ് ഇവാലുവേഷൻ. കഴിഞ്ഞ 6 മാസത്തെ നിങ്ങളുടെ പ്രവർത്തന മികവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് CE മാർക്ക് നൽകുന്നത്. സോ CE മാർക്ക് മോഡൽ എക്സാമിനേഷന്റെ മാർക്കുമായി കൂട്ടിക്കുഴച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല.
നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പറേഷനോടുകൂടി നല്ല രീതിയിൽ തയ്യാറെടുപ്പോടുകൂടി മോഡൽ എക്സാമിനേഷൻ എഴുതുക. കൃത്യമായി നിങ്ങൾക്ക് സാധിക്കുന്നത് ആൻസർ ചെയ്യുക. എവിടെയൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത് എന്ന് തിരിച്ചറിഞ്ഞ് അത് കൂടുതൽ പഠിക്കുവാൻ ഭാവിയിൽ സമയം കണ്ടെത്തുക. ഇത്തരം തയ്യാറെടുപ്പുകൾ നടത്താനുള്ള ഒരു അവസരമാണ് മോഡൽ എക്സാമിനേഷൻ. സോ തീർച്ചയായും എല്ലാ വിദ്യാർത്ഥികളും മോഡൽ എക്സാമിനേഷൻ വളരെ ഗൗരവമായിട്ട് എടുക്കുക. പ്രത്യേകിച്ച് ലാംഗ്വേജസ് എഴുതുമ്പോൾ ടൈം ബൗണ്ട് ആയിട്ട് ഓരോ എക്സാമിനേഷൻ എങ്ങനെ എഴുതാം എന്നുള്ള ഒരു പരിശീലനം കൂടെ ഈ എക്സാമിനേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. മാത്തമെറ്റിക്സ് സബ്ജക്റ്റിൽ തീർച്ചയായും നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് കാര്യങ്ങളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് മാത്രമാണ് പെൻഡിംഗ് ആയിട്ടുള്ളത്. അത് വിത്തിൻ 10 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യും. ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. ഡീറ്റെയിൽഡ് ക്ലാസ് ആയാലും ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ് ആയാലും നോൺ ഫോക്കസ് ഏരിയ ഇമ്പോർട്ടന്റ് പോർഷൻസ് ആയാലും അതിന്റെയൊക്കെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനിയും കാണാത്തവർക്ക് വേണ്ടി അത് കാണാം. അതുപോലെ കുട്ടികളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. എല്ലാത്തിനും മറുപടി നൽകുന്നതായിരിക്കും. എല്ലാ കുട്ടികൾക്കും നാളെ മുതൽ ആരംഭിക്കുന്ന മോഡൽ എക്സാമിനേഷൻ എല്ലാവിധ ആശംസകളും. പബ്ലിക് എക്സാമിനേഷന്റെ തുടക്കത്തിലേക്കുള്ള ഒരു കിളിവാതിൽ നാളെ തുറക്കുകയാണ്. മോഡൽ എക്സാമിനേഷനിൽ കൂടെ തീർച്ചയായും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.